നമസ്കാരം. ബി.ജെ.പി വക്താവ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ ബി.ജെ.പി കോൺഗ്രസ് ഡീൽ കൂടുതൽ വ്യക്തമായെന്ന് സി.പി.എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. കണ്ണൂർ അഴീക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്ന അദ്ദേഹം, ഇനി യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ ബി.ജെ.പിയിൽ ചേരുമെന്ന് നോക്കിയാൽ മാത്രം മതിയെന്നും അദ്ദേഹം പറഞ്ഞു. എൽ.ഡി.എഫ് വിജയം ഉറപ്പായപ്പോഴാണ് കോൺഗ്രസ് ബി.ജെ.പിയെ കൂടുതൽ ആശ്രയിക്കുന്നത്. എൽ.ഡി.എഫ് മുന്നേറ്റത്തിൽ കോൺഗ്രസ് അങ്കലാപ്പിലാണ്. പാലക്കാട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഡോക്ടർ സരിൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. സി.പി.എം കണ്ണൂർ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി അഴീക്കോട് ചാലിലെ സ്നേഹതീരം ഓഡിറ്റോറിയത്തിലെത്തിയതായിരുന്നു ഇ.പി. ജയരാജൻ. അതിനിടെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സന്ദീപ് വാര്യർ ബി.ജെ.പി വിട്ടത് നന്നായെന്നും ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേർന്നതിൽ വലിയ വ്യത്യാസമില്ലെന്നും സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും പ്രതികരിച്ചു. നയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പാർട്ടി നിലപാടെടുക്കൂ. ഒരാൾ ഇങ്ങോട്ട് വരുന്നതോ പോകുന്നതോ അല്ല പ്രശ്നം. ഇന്നലെ വരെ നിൽക്കുന്ന നിലപാടിൽ നിന്ന് മാറി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം ചേരുന്നവരെ സ്വീകരിക്കും. ഭൂതകാലം മാത്രം നോക്കി നിലപാടെടുക്കാറില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. നിലപാട് വ്യക്തമാക്കിയാൽ അതനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കും. സരിന്റെ കാര്യത്തിലെടുത്ത നിലപാട് അതാണെന്നും അദ്ദേഹം പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം പി സരിന്റെ ഒറ്റപ്പാലത്തെ കസേര നോക്കിയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേക്കരുതെന്ന ബി.ജെ.പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണവും വന്നു. സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്നും പോയത് നന്നായെന്നും ബി.ജെ.പിയിൽ തുടരണമെങ്കിൽ സഹനം വേണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. കോൺഗ്രസുകാരെ ദൈവം രക്ഷിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്. കസേര കിട്ടാത്തതിന് പിണങ്ങി കോൺഗ്രസിൽ ചേരുന്ന ആദ്യത്തെ രാഷ്ട്രീയക്കാരനായ സന്ദീപ് വാര്യർ കെ മുരളീധരൻ പറഞ്ഞത് ഓർക്കണമായിരുന്നു. പാലക്കാട് വെച്ച് മുരളീധരൻ പറഞ്ഞത് കോൺഗ്രസിൽ തന്നെ പ്രശ്നമാണ്, പിന്നെ അയാൾ വന്നിട്ട് എന്ത് കാര്യമെന്നാണ്. ജീവിതം മുഴുവൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചവർക്ക് കസേരയില്ല. അപ്പോഴാണ് അത്തേടം ഉണ്ണാൻ കസേര തപ്പി വാര്യർ കോൺഗ്രസിലെത്തുന്നത്. പിന്നെ വാര്യർക്ക് സാധാരണക്കാർ ഇരിക്കുന്ന കസേര പോരാ, ചുരുങ്ങിയത് വി.ഡി. സതീശന്റെ കസേരയെങ്കിലും വേണ്ടിവരും. അതിനുള്ള എല്ലാ തുറപ്പൻ പണിയും അറിയുന്ന ആളാണ് സന്ദീപ് വാര്യർ. സരിന്റെ ഒറ്റപ്പാലത്തെ കസേര നോക്കിയാണ് കോൺഗ്രസിൽ ചേക്കേറിയത്. തുടക്കം കൊള്ളാം. വിഷം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിൽ കൂപ്പൺ മേടിക്കാൻ കയറിയെന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സന്ദീപ് വാര്യരെ വിഷ ഫാക്ടറിക്ക് തന്റെ വീട്ടിലെ സ്ഥലം കൊടുത്തിരുന്നുവെന്നും വിഷം വിൽക്കാനുള്ള മൊത്ത കച്ചവടക്കാരനാണ് തന്റെ അമ്മാവനെന്നുമായിരുന്നല്ലോ ഇന്നലെ വരെ കാച്ചിയത്. കോൺഗ്രസ് ദുർഭരണം സൈനികരോട് കാട്ടിയ നന്ദികേടിനെതിരെ പടപൊരുത്തിയ അഭിമാനിയായ സൈനികന്റെ മകനാണ് താൻ എന്നായിരുന്നല്ലോ ഇന്നലെ വരെ ഉണ്ടായിരുന്ന വീമ്പ് പറച്ചിൽ. ഒരു കസേരയ്ക്ക് വേണ്ടി അച്ഛനെയും RSS പ്രചാരകനായെന്ന എന്ന് താങ്കൾ പറഞ്ഞ അമ്മാവനെയും താങ്കൾ മറന്നുപോയോ? ബി.ജെ.പിയുടെ നാവായിരുന്നു താൻ എന്ന് പറഞ്ഞതിനോട് വിയോജിപ്പില്ലെങ്കിലും കാലും കയ്യുമായിരുന്നു എന്നും പറയരുത്. ഒരു കൊടി കെട്ടിയ പാരമ്പര്യമോ കഷ്ടപ്പാടോ താങ്കൾ ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. താങ്കൾക്ക് പറ്റിയ പാർട്ടിയിലേക്ക് തന്നെയാണ് താങ്കൾ പോയിരിക്കുന്നത്. പക്ഷേ അവിടെ കഷ്ടപ്പെടുന്ന ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരെ ഓർത്ത് തനിക്ക് സഹതാപമുണ്ട്. പക്ഷേ ബി.ജെ.പിയിൽ നിന്ന് താങ്കൾ പോയത് നന്നായി. കാരണം ഈ പാർട്ടിയിൽ തുടരണമെങ്കിൽ സഹനം വേണം, ആർത്തി പാടില്ല. എല്ലാം നഷ്ടപ്പെടുമെന്ന് സ്വയം ചെയ്തിറങ്ങി തിരിച്ചവരുടെ സംഘടനയാണ് സംഘപരിവാർ. അവിടേക്ക് കസേര സ്ഥാനമില്ല, കസേര പോയിട്ട് കിടപ്പാടമില്ലാതെയും കടക്കാൻ കിടപ്പറയില്ലാതെയും കഴിയുന്ന 10,000-കണക്കിന് പാവപ്പെട്ട നിഷ്കളങ്കരായ സംഘടനാ പ്രവർത്തകരുടെ സംഘടനയാണ് ബി.ജെ.പി എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നു. വലിയ രാഷ്ട്രീയ ചർച്ചയാണ് ഇത് തുടങ്ങി വച്ചിരിക്കുന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകൾ സന്ദീപ് വാര്യരെ തള്ളി പറഞ്ഞിരിക്കുന്നു. എന്നാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് AI അടക്കമുള്ള എല്ലാ വിഭാഗങ്ങളും കോൺഗ്രസിലെ. ഈ ഘട്ടത്തിൽ നവംബർ 20-നാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ ഘട്ടത്തിൽ സന്ദീപ് വാര്യരുടെ വരവ് തീർച്ചയായും കോൺഗ്രസിന് ഗുണം തന്നെയായിരിക്കും ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ മൈലേജ് നൽകുന്ന തീരുമാനമാണ് സന്ദീപ് വാര്യർ കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളം പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്.